അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമളാനിൻ്റെ 29ാമത്തെ രാവിലേക്ക് നമ്മളിതാ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട സമയമാണ്, സന്ദർഭമാണ്. ഇൻഷാ അള്ളാഹ് നമുക്കെല്ലാവർക്കും കുറച്ച് ദിക്റും സ്വലാത്തൊക്കെ പറയാം. അതോടൊപ്പം തന്നെ ഇന്ന് ഞാൻ ജോലി ചെയ്യുന്ന, ഇമാമായി സേവനമനുഷ്ഠിക്കുന്ന എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദ്, ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞാൽ പല ആളുകൾക്കും, പഴയ ആളുകൾക്ക് തിരിയണമെങ്കിൽ എറണാകുളം മാർക്കറ്റ് മസ്ജിദ് എന്ന് പറയാം. എറണാകുളം മേനക ജംഗ്ഷന് സമീപമാണ് നമ്മുടെ പള്ളി ഉള്ളത്. ആ മാർക്കറ്റ് മസ്ജിദിൽ കഴിഞ്ഞ ദിവസം നടന്ന നോമ്പുതുറ കാഴ്ചകൾ അതുകൂടി ഇൻഷാ അള്ളാഹ് നമുക്കത് വിഷ്വലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇൻഷാ അള്ളാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ദിക്റും പറയാം. അള്ളാഹു സ്വീകരിക്കട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിhi അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിhi അസ്തഗ്ഫിറുല്ലാഹ്
സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. എറണാകുളം മാർക്കറ്റ് മസ്ജിദിൽ കഴിഞ്ഞ ദിവസം നടന്ന നമ്മുടെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലേക്ക് ഏകദേശം ഒരു 20ഓളം വീൽ ചെയറും 5ഓളം സ്ട്രെച്ചറും കൊടുക്കുന്ന മഹത്തായ ഒരു പരിപാടി നടന്നിരുന്നു. അൽഹംദുലില്ലാ, ഒരുപാട് പേര് സഹകരിച്ചു, സഹായിച്ചു. എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ. ആ ഒരു പരിപാടിയിലേക്ക് നമ്മുടെ നാട്ടിലെ പല പ്രമുഖരായ ജാതി മത വ്യത്യാസമില്ലാതെ, ഒരുപാട് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരുപാട് പേര് വന്നിരുന്നു. അപ്പോൾ അവരൊക്കെ ഈ ഒരു പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. നമ്മുടെ പള്ളിയിൽ നടന്ന ആ ഒരു വിശേഷങ്ങളും കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അള്ളാഹു തആല നമ്മുടെ ഈ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ ഈ ഒരു നല്ല മജ്ലിസിനെ അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളുടെയൊക്കെ നാടുകളിൽ ഇതുപോലെ ഉണ്ടാകും. ഒരുപക്ഷെ ഇതിനേക്കാൾ വിപുലമായി സജ്ജീകരണങ്ങൾ ഉണ്ടാകും, ഭക്ഷണം കൊടുക്കലുണ്ടാകും. പിന്നെ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട്, ഞാൻ നിൽക്കുന്ന മഹല്ലുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് സന്തോഷപൂർവ്വം എത്തിച്ചു എന്ന് മാത്രം. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അടുത്ത ഒരു സെക്ഷൻ ദിക്ർ കൂടി എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിന്റെ അകത്തല കാഴ്ച കണ്ടുകൊണ്ട് ചൊല്ലാം. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. വിശുദ്ധമായ റമളാനിന്റെ ലൈലത്തുൽ ഖദറിനെ നമ്മൾ കൂടുതലായി പ്രതീക്ഷിക്കേണ്ട ഏറ്റവും അവസാനത്തെ രാവ് 29-ാം രാവ്. ഇനി 30-ാം രാവ് ഒരു പക്ഷേ നമുക്ക് കിട്ടിയേക്കാം.
നാളെ ഒരു പക്ഷേ ഈ സമയത്ത് നമ്മൾ തക്ബീർ ആയിരിക്കാം ചൊല്ലുന്നത്. നാളെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ നമ്മൾ ഷവ്വാലിലേക്ക് പ്രവേശിക്കുകയാണ്. ഇല്ലെങ്കിൽ നാളെ 30-ാം രാവാണ്. ഇന്ന് നമ്മളുള്ളത് 29-ാം രാവാണ്. ലൈലത്തുൽ ഖദറിന് 1000 മാസത്തേക്കാൾ പുണ്യങ്ങൾ കിട്ടുന്ന അതിപ്രധാനപ്പെട്ട ലൈലത്തുൽ ഖദറിൻ്റെ അതിശ്രേഷ്ഠമായ ഒരു രാവിലാണ് ഇൻഷാ അല്ലാഹ് നമ്മളുള്ളത്. അപ്പോൾ ഇന്നത്തെ രാവും നാളെ 29-ാമത്തെ ദിനം 29-ാമത്തെ നോമ്പ് നാളെ പകലിലും നമുക്ക് ചൊല്ലാൻ പറ്റിയ, നമുക്ക് പറയാൻ പറ്റിയ, പറഞ്ഞാലും ചൊല്ലിയാലും നേട്ടങ്ങളുടെ കുമ്പാരം കിട്ടുന്ന ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്‌ലിസിൽ നമ്മൾ പറയാൻ പോവുകയാണ്. 27-ാം രാവ് കഴിഞ്ഞു, ഞങ്ങൾക്ക് ലൈലത്തുൽ ഖദർ കിട്ടിയെന്ന് പറഞ്ഞ് ആരും മാറി നിൽക്കണ്ട. 27-ാം രാവിന് ഒരു പക്ഷേ ലൈലത്തുൽ ഖദർ ആയേക്കാം എന്നാണ് നബി തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 29-ാം രാവും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവാൻ. പല ആളുകളും പള്ളിയിൽ നിന്നൊക്കെ പോയി ഇനി പെരുന്നാളിന് വരാമെന്ന് പറഞ്ഞ് പോയേക്കുക. എൻ്റെ ഉമ്മ, എൻ്റെ ശബ്ദം കേൾക്കുന്ന വാപ്പമാരെ, ഈ ഒരു സമയത്ത് നമ്മൾ അശ്രദ്ധമായി പോവാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ ശ്രദ്ധയും കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് ദിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലി ഈ വിശുദ്ധമായ റമദാനിൻ്റെ ഈ അവസാന സമയത്ത് നമുക്കൊരുപാട് പുണ്യങ്ങൾ വാരി നേടാം. അള്ളാഹു തൗഫീക്ക് തരുമാറാവട്ടെ. നമ്മുടെ ദിക്റിൻ്റെ മജ്‌ലിസിനെ, സ്വലാത്തിൻ്റെ മജ്‌ലിസിനെ അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പേരുകളിൽ അതിപ്രധാനമാണ് രാജാതിരാജനായ അള്ളാഹുവെ എന്ന അള്ളാഹുവിനെ വിശേഷിപ്പിക്കൽ. അതെങ്ങനെയാണ്? ആ പേര് പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ആ ഇസ്മ എങ്ങനെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. അടുത്ത ദിക്റിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. വിശുദ്ധമായ റമദാൻ അല്ലേ? ഇനി നമുക്കറിയില്ല അടുത്ത റമദാനിന് നമ്മൾ ഉണ്ടാകുമോ എന്ന്. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ചിരിച്ചും കളിച്ചും നമ്മളോട് ഒന്നിച്ച് നോമ്പ് തുറന്നും നമ്മൾ നോമ്പ് തുറക്ക് ക്ഷണിച്ചും ഒക്കെ ആയിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ടാകും, ബന്ധുമിത്രാദികൾ ഉണ്ടായിരുന്നു. നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ. ഇന്ന് പല ആളുകളും ഈ റമദാനിൽ അവരൊക്കെ ഖബറിലാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത റമദാന് നമ്മളുണ്ടോ, നമ്മൾ ഖബറിലാണോ, ഭൂമിക്ക് മുകളിലാണോ, താഴെയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏത് സമയത്തും മരണം വരാം. അപ്പോൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കെട്ടി മരിക്കാനും അതുപോലെ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് ഉണ്ടാവാനും ഇനിയും ഒരുപാട് റമദാനുകളെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും അതിലൊക്കെ ഇബാദത്ത് എടുക്കാനും വേണ്ടി ഇൻഷാ അല്ലാഹ് അള്ളാഹുവിലേക്ക് ദുആരക്കണം. അതിനു മുമ്പ് കുറച്ച് ദിക്റും സ്വലാത്തും നമ്മൾ പറയുകയാണ്. നമ്മുടെ ഈ ഒരു സമയത്തുള്ള ദുആ അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു തആല നമ്മളെ എല്ലാവരെയും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ദിക്റിൻ്റെ ഈ മജ്‌ലിസിനെ അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ തൗബ അധികരിപ്പിക്കണം.
തൗബയുടെ വാചകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്തിഗ്ഫാർ പറയലാണ്. അസ്തഗ്ഫിറുല്ലാ എന്ന വാക്ക് പറയലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇസ്തിഗ്ഫാർ നമുക്ക് പല രൂപത്തിലും പറയാം. ആദ്യം നമ്മൾ സാധാരണ എപ്പോഴും പറയാറുള്ള തരത്തിലുള്ള ഇസ്തിഗ്ഫാർ, അതിന് വലിയ നേട്ടമാണ്. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കും തോറും നമുക്ക് അല്ലാഹു ഒരുപാട് നേട്ടങ്ങൾ തന്നുകൊണ്ടിരിക്കും. ഇൻഷാ അല്ലാഹ് ആ ഒരു ഇസ്തിഗ്ഫാർ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. വിശുദ്ധമായ റമളാനിൻ്റെ അവസാനത്തെ പത്തിൽ അധികരിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ദിക്റുകളിൽ മറ്റൊന്നാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ആഫുവിനെ, മാപ്പിനെ ചോദിക്കുക. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നാണ് ആ ദിക്ർ. അല്ലാഹുവേ, നീ മാപ്പ് ചെയ്യുന്നവനാണ്, നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് റബ്ബേ എനിക്ക് നീ മാപ്പ് തരണേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ് ആ ഒരു ദിക്ർ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം. اللهم إنك عفو تحب العفو فاعف عني. 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 اللهم إنك عفو
തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി اللهم إنك عفو تحب العفو فاعف عني 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 اللهم إنك عفو تحب العفو فاعف عني. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇസ്തിഗ്ഫാറാണ്. അതോടൊപ്പം തന്നെ പാപങ്ങൾ മുഴുവനും പുറത്തു തരണേയെന്ന് നമ്മൾ അഡ്വാൻസ് ആയിട്ട് അള്ളാഹുലേക്ക് ചേർത്തി പറയുന്ന ഒരു ദിക്റാണ്. അത് ദിക്റുമാണ്, അതൊരു ഇസ്തിഗ്ഫാറുമാണ്, തൗബയുടെ വചനവുമാണ്. എങ്ങനെയാണ് പറയുന്നത്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈക് അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈക് അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈക് അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ذنب وأتوب إليك أستغفر الله العظيم من كل 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 ذنب وأتوب إليك. വിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ പത്തിലെ എല്ലാ സമയത്തും ഒറ്റ രാവുകളിലും ഇരട്ട രാവുകളിലും മുഴുവൻ സമയങ്ങളിലും നമ്മൾ പറയേണ്ട രണ്ട് പ്രധാനപ്പെട്ട ദിക്റുണ്ട്. അതിൽ ആദ്യത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തിൽ നിന്നും മോചനം കിട്ടാനും സ്വർഗപ്രവേശനം നമുക്ക് കിട്ടുവാനും നമ്മളോട് പറയാൻ പറഞ്ഞ ഒരു ദിക്റാണ്. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ആ ഒരു ദിക്ർ, നരകത്തിൽ നിന്നും അല്ലാഹുവെ മോചിപ്പിക്കണേ, സ്വർഗത്തിലേക്ക് കടത്തണേ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഒരു ദിക്ർ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് നരകമോചനവും സ്വർഗപ്രവേശനവും തന്ന് അനുഗ്രഹിക്കട്ടെ, ആമീൻ. എല്ലാവരും നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി പറയുക. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار
النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹുവിലേക്ക് നമ്മൾ ഹംദ് പറഞ്ഞിട്ട് സ്തുതികൾ അർപ്പിച്ചിട്ട് നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാൻ അള്ളാഹുവിലേക്ക് തേടുകയാണ്. അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. ആദ്യം ഒരുപാട് ഹംദ് പറയുക, എന്നിട്ട് നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറയുക. അതെങ്ങനെയാണ്? ഇൻഷാ അല്ലാഹ് അത് ഈ രൂപത്തിലാണ്. എങ്ങനെയാണ് പറയേണ്ടത്? എല്ലാവരും ഒന്നിച്ചു പറയാം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال أستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال أستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال أستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال أستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب. ഇനി നമ്മൾ പറയുന്നത് മഹത്തുക്കളായ പണ്ഡിതന്മാർ
അവരൊക്കെ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഈ 4 വരി ബൈത്ത് പാടണമെന്നാണ് ഓരോ മുഅ്മിനായ ആളുകളോടും പറയുന്നത്. കാരണം ഇതൊരു തൗബയുടെ വാക്കാണ്, തൗബയുടെ ബൈത്താണ്, തൗബ ബൈത്താണ്. അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുകയും ഇസ്തിഗ്ഫാർ പറയുകയും, അള്ളാഹുവെ നരകത്തെ തൊട്ട് മോചിപ്പിക്കണേ, സ്വർഗത്തിലേക്ക് കടത്തണേ, സ്വർഗത്തിൽ കടക്കാനുള്ള അമലൊന്നും ചെയ്തിട്ടില്ല, നരകത്തിൽ കടക്കാനോ ഞങ്ങൾക്ക് കഴിയുകയുമില്ല എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു 4 വരി ബൈത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചതൊന്ന് പാരായണം ചെയ്യാം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العليم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العليم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العليم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العليم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العليم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العليم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العليم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العليم. പരിശുദ്ധമായ റമളാനിൻ്റെ അവസാനത്തെ 10 ദിനരാത്രങ്ങളിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട സമയങ്ങളിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ള പ്രതിപാദിച്ചിട്ടുള്ള സൂറത്തുൽ ഖദർ വളരെ ചെറിയൊരു സൂറത്താണ്. ആ സൂറത്ത് ഓതിയാലുള്ള പ്രതിഫലം നിരവധിയാണ്, ഒരുപാട് ശ്രേഷ്ഠതകൾ അത് ഓതുന്നവന് ശഫാഅത്ത് നിൽക്കുമെന്നാണ്. മാത്രമല്ല ആ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ മരണസമയം വളരെ റാഹത്തിലും സന്തോഷത്തിലുമാകും, ഒരുപാട് പുണ്യങ്ങൾ കിട്ടും, മീസാൻ എന്ന തുലാസിൽ ഭാരം കൊണ്ടു, ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അതിപ്രധാനപ്പെട്ട ഈ ഒരു സമയത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് പ്രാവശ്യം ആ സൂറത്തുൽ ഖദർ ഒന്ന് ഓതിയിട്ട് നമുക്ക് പ്രവേശിക്കാം.
بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر പരിപാവനമായ ഈ ഒരു രാവിൽ നമ്മളെല്ലാവരും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവാണ്. കാരണം എന്നാണ് ലൈലത്തുൽ ഖദർ എന്ന് നമുക്ക് ആർക്കും ഉറപ്പായിട്ട് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുമില്ല. ലൈലത്തുൽ ഖദർ ആണെന്ന് നമുക്ക് സംശയമുള്ള അല്ലെങ്കിൽ നമ്മൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഇന്നത്തെ ഈ രാവിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും അതിൻ്റെ പുണ്യം മുഴുവനും കിട്ടാൻ വേണ്ടി ഒരു ദിക്ർ എല്ലാവർക്കും ഒന്നിച്ച് പറയാം. അല്ലാഹു തആല ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله
لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام ഇനി പരിശുദ്ധമായ റമദാനിൻ്റെ ആദ്യം മുതൽ അവസാന സമയം വരെ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത 4 കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് പറയുന്ന 2 കാര്യം അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ്. രണ്ടാമത്തെ 2 കാര്യം അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ്. നമ്മൾ സാധാരണ പറയാറുള്ള ദിക്ർ ഇൻഷാ അല്ലാഹ് അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. എല്ലാവരും ഒന്നിച്ച് പറയുക, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിന النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. ഇനി നമ്മളെല്ലാവരും എപ്പോഴും സ്വലാത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ വായിലേക്ക് വരുന്ന സാധാരണ സ്വലാത്ത് അത് തന്നെ വലിയ ശ്രേഷ്ഠതയാണ്.
ഇൻഷാ അല്ലാഹ് ആ സ്വലാത്ത് നമ്മുടെ മക്കൾക്കൊക്കെ എപ്പോഴും പറയാൻ പറ്റിയ ചൊല്ലാൻ എളുപ്പത്തിലുള്ള സ്വലാത്താണ്. വലിയ ശ്രേഷ്ഠതയാണ് ആ സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് ചൊല്ലി നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على محمد يا ربي صل عليه وسلم. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ മജ്ലിസിൻ്റെ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ തസ്ബീഹിൻ്റെ അള്ളാഹുവിൻ്റെ പേരുകൾ പറഞ്ഞ ഒരു മജ്ലിസാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് പ്രതിഫലങ്ങൾ അള്ളാഹു നമുക്ക് തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനിയും കൂടി ഓതിയിട്ട് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. إن شاء الله നമ്മളെല്ലാവരും ചൊല്ലിയ ദിക്റും സ്വലാത്തൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മളിനി ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് സഹോദരിമാരും ഉമ്മമാരും ഒക്കെ നേരിട്ട് പറഞ്ഞും ഫോണിൽ വിളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കമൻറ്റായൊക്കെ എഴുതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആരൊക്കെ ദ്വാരക്കാൻ പറഞ്ഞു എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ഇന്നത്തെ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് ദ്വാരക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ദ്വായിനെ, നമ്മുടെ മറ്റ് സൽക്കർമ്മങ്ങളെ അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അർഹമുർ റഹീമീനായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹ് റഹ്മാനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ നാഥ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ദുആഇനെ നീ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരാണ്, ഒരുപാട് തെറ്റുപാടുകൾ ചെയ്തവരാണ്. എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ
നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, അവർക്കും ഞങ്ങൾക്കും സ്വർഗത്തിൽ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ചേരാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ തരണേ അല്ലാ. വിശുദ്ധമായ റമദാൻ മാസത്തിന്റെ 3-ാമത്തെ 10-ലാണല്ലോ ഞങ്ങളുള്ളത്. അതിന്റെ ശ്രേഷ്ഠമായ ദിനരാത്രങ്ങൾ ഞങ്ങളിലൂടെ കടന്നു പോവുകയാണ്. റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, നീ ബറക്കത്തിലും ഖൈറിലും ആക്കി തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ പരിശുദ്ധമായ റമദാനിൽ അതിന്റെ അവസാനത്തെ 10-ൽ ഞങ്ങൾ നരകമോചനം ചോദിക്കുകയാണ്. നരകത്തിൽ നിന്നും മോചനം തരണേ അല്ലാ. സ്വർഗത്തിലേക്ക് ഞങ്ങളെ എല്ലാവരെയും നീ സന്തോഷത്തോടു കൂടി കടന്നു പോവാനുള്ള തൗഫീഖിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഈ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. അല്ലാഹുവേ, പ്രതികൂലമായി പോകുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞു. പ്രത്യേകിച്ച് ഇന്നത്തെ മജ്ലിസിൽ ദുആ ഇറക്കാൻ പറഞ്ഞ ഒരുപാട് സാധുക്കളായ ഉമ്മമാരുണ്ട്, ഒരുപാട് ഉപ്പമാരുണ്ട്, സഹോദരിമാര്, സഹോദരങ്ങൾ. റഹ്മാനെ, അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാ. മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവിധ ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാ. ഒരുപാട് പേര് രോഗികളാണ്, ഹോസ്പിറ്റലിൽ കഴിയുന്നവരാണ്, വീടുകളിൽ കഴിയുന്നവരാണ്. റഹ്മാനെ, സ്വന്തമായി മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും, അത് വൃത്തിയാക്കാൻ പോലും കഴിവില്ലാതെ റഹ്മാനെ കിടന്ന കിടപ്പിൽ ഒരുപാട് നാളുകളായി നരകയാതന സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. റഹ്മാനെ, അവർക്കെല്ലാവർക്കും നീ ഖൈർ എന്താണോ അത് നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ നോക്കി 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 അവസാനം ഈ വാപ്പ എന്താ മരിക്കാത്തത്, ഈ ഉമ്മ എന്താ മരിക്കാത്തതെന്ന് ചിന്തിക്കുന്ന അവസ്ഥ വരെ ഞങ്ങളെ ആരെയും നീ എത്തിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവിധത്തിൽ കിടപ്പിലായി പോകുന്ന അസുഖങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. ക്യാൻസർ തരല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാ. മാരകവുമല്ലാത്തതുമായ മുഴുവൻ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെയും ഇന്നത്തെ മജ്ലിസിൽ ആരെല്ലാം ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ടോ അവരെയും നീ കാക്കണേ അല്ലാ. ഈ ആമീൻ പറയുന്ന പാവപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ നീ കാക്കണേ റഹ്മാനെ. കമന്റ് എഴുതുന്ന ഒരുപാട് സാധുക്കളായ ഉപ്പമാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരങ്ങൾ, ഉമ്മമാര്, എല്ലാവരെയും എല്ലാവിധ രോഗങ്ങളെ തൊട്ടും നീ സംരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സ്വന്തമായി വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, അതുപോലെ വാഹനമില്ലാത്തവരുണ്ട്, സ്വന്തമായി ഖൈറായ ഒരു ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. റബ്ബേ, എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ ഒരുപാട് ചെറുപ്പക്കാരികൾ ദ്വാരക്കാൻ പറഞ്ഞു. ഖൈറായ ഇണകളെ അവർക്ക് നീ കൊടുക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഗർഭിണികളായ ഒരുപാട് സഹോദരിമാര് ഞങ്ങളുടെ കുടുംബാദികളിലുണ്ട്. റബ്ബേ, അവർക്കെല്ലാവർക്കും നീ സുഖപ്രസവം കൊടുക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ആൺ പെൺ സന്താനങ്ങളെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കി വളർത്തി തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, മക്കൾ കാരണം കണ്ണീര് കുടിക്കേണ്ടി വരുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. ഇന്ന് മക്കളൊക്കെ കഞ്ചാവിന്റെ അടിമയാണ്, മറ്റു മോശത്തരത്തിന്റെ അടിമയാണ്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അത്തരത്തിലുള്ള എല്ലാ ദുശീലങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ വിശുദ്ധമായ റമദാൻ, ഈ റമദാൻ 1 മുതൽ ഈ ദിവസം വരെ മുടങ്ങാതെ ഞങ്ങളുടെ ഈ മജ്ലിസ് കാണുന്ന, ഈ ദിക്റിന്റെ തസ്ബീഹിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് പാവപ്പെട്ട ഉമ്മമാര്, ഉപ്പമാര്, ഞങ്ങളുടെയും അവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫാ തരണേ അല്ലാ. മാനസികമായ, സാമ്പത്തികമായ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറ്റിത്തരണേ റഹ്മാനെ. ഞങ്ങൾക്കുള്ള സമ്പത്തിൽ നീ ബറക്കത്ത് തരണേ അല്ലാ. ഹലാലായ സമ്പത്ത് തരണേ അല്ലാ. ഹറാമായ സമ്പത്തിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളൊക്കെ റോഡിലൂടെ സഞ്ചരിക്കുന്നവരാണ്. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആക്സിഡന്റ് വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങൾ തന്ന് ഞങ്ങളുടെ ഈമാൻ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്യുന്നവരാണ്. അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മമാരുടെ സേവനങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ കച്ചവട
കച്ചവടങ്ങളിൽ നീ ഖൈറും സലാമത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. നാട്ടിലുള്ള ഞങ്ങളുടെ മക്കൾ, വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കൾ റഹ്മാനെ, എല്ലാവരുടെയും ജോലികളിൽ നീ സലാമത്തും ബറക്കത്തും കൊടുക്കണേ റഹ്മാനെ. പ്രവാസികളായ ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബി അവരുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാ, സങ്കടങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. അവരുടെ കുടുംബത്തിൽ നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഈ വിശുദ്ധമായ റമളാൻ, ഈ റമളാനിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ എല്ലാം നീ കബൂലാക്കണേ അല്ലാ. ഇന്നത്തെ മജ്ലിസിൽ ആരെല്ലാം ദുആ ചെയ്യാൻ പറഞ്ഞു എല്ലാവരെയും നീ ഏറ്റെടുത്തവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ പാപികളായ ദോഷികളായ ഈ പാവപ്പെട്ട ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാ. നരകമോചനം തരണേ അല്ലാ, സ്വർഗപ്രവേശനം തരണേ അല്ലാ. നിന്റെ മാപ്പ് ഞങ്ങൾക്ക് നീ തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മുൻഗാമികൾ, അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്, വലുതാക്കിയത്. റഹ്മാനെ, ആരെല്ലാം മരണപ്പെട്ടു പോയോ എല്ലാവർക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. ഫലസ്തീനിലെ, ഗസയിലെ, അതുപോലെ ലോകത്തിന്റെ ഒരുപാട് സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഒരുപാട് പ്രശ്നത്തിലാണ്, പ്രതിസന്ധിയിലാണ് മുസ്ലിമീങ്ങൾ. നിന്റെ സഹായം നീ തടഞ്ഞു വെക്കല്ലേ അല്ലാ. നിന്റെ സഹായം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഹിഫാദത്തിന്റെ മലക്കുകളെ കൊണ്ട് നീ ഞങ്ങളെ സംരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, വിശുദ്ധമായ റമളാനിൽ ഒരുപാട് ഇബാദത്ത് ചെയ്തവരുണ്ട്. സുന്നത്ത് നിസ്കരിച്ചവര്, ഫർള് നിസ്കരിച്ചവര്, അതുപോലെ തന്നെ നോമ്പുകൾ ഒട്ടും മുടങ്ങാതെ പിടിച്ച ആളുകളുണ്ട്. ഒരുപാട് സക്കാത്ത് കൊടുത്തവര്, സ്വതക്ക് കൊടുത്തവര്, ഹദിയ കൊടുത്തവര്, റഹ്മാനെ നോമ്പ് തുറപ്പിച്ച ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ഇഅ്തികാഫ് ഇരുന്നവര്, ഖുർആൻ ഓതിയവര്, അല്ലാഹുവേ നല്ലത് പറഞ്ഞവര്, നല്ലത് കേട്ടവര്, എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാ. നീ റമളാനിന് അനുകൂലമാക്കണേ അല്ലാ, പ്രതികൂലമാകുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാൻ. അല്ലാഹുവേ, റമളാനിൽ ഞങ്ങൾ പരസ്പരം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്നേഹബന്ധങ്ങൾ നീ നിലനിർത്തി തരണേ അല്ലാ. കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാ. പിണക്കങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഇണക്കം തരണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ജഅൽ ഹാദാ ശഹ്റൽ അളീം റമളാന ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജ്അൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. അൽഹംദുലില്ലാ. അല്ലാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. ഈ മജ്ലിസിന്റെ ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ പരിശുദ്ധമായ റമളാനിൻ്റെ നോമ്പിലുള്ള എല്ലാ ന്യൂനതകളും പരിഹരിക്കപ്പെടാൻ നമ്മളെല്ലാവരും കൊടുക്കൽ നിർബന്ധമായ ഒരു കാര്യമാണ് ഫിത്ർ സക്കാത്ത്. അപ്പോൾ ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് പല സംശയങ്ങളുണ്ട്. ഉസ്താദേ, എപ്പോഴാണ് കൊടുക്കേണ്ടത്, എവിടെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, പിന്നെ അരി എത്രയാണ് അളവ്, പിന്നെ ഏത് സമയം വരെ കൊടുക്കാം, ആർക്കൊക്കെ കൊടുക്കണം, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ സംശയങ്ങൾക്കും നമ്മൾ മറുപടി പറഞ്ഞിട്ടുള്ള ഒരു ഫിത്ർ സക്കാത്തിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാൻ നിങ്ങൾ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾ കാണുക, മറ്റുള്ളവർക്ക് കൂടി അത് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.